ഒരമ്മയുടെ ഉദരത്തിൽ ഒന്നിച്ച് ജീവൻ തുടിച്ചവർ, ഒരേ ദിവസം തന്നെ ഭൂമിയിലേക്ക് ഒന്നിച്ച് കൈകോർത്ത് വന്നവർ. സാധാരണയായി ഇരട്ട സഹോദരിമാർ ഇങ്ങനെയാണെങ്കിലും അവരുടെ ജീവിത വളർച്ചയിൽ അവരുടെ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ വ്യത്യസ്തമാകാറുണ്ട്. എന്നാൽ ഇവിടെ അവരുടെ ഹൃദയത്തുടിപ്പ് ഒന്നായിരുന്നു. അവർ ലോകത്തെ പ്രണയിക്കാനല്ല, ലോകരക്ഷകനായ ക്രിസ്തുവിനെ പ്രണയിക്കാനായിരുന്നു. ഇന്ന് ക്രിസ്തുവിനെ പ്രണയിച്ച ഇരട്ടപ്പൂക്കൾ എന്ന ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പം ഉള്ളത് തങ്കമണി ഇടവകയിലെ കൊച്ചുവരയ്ക്കൽ വീട്ടിൽ രാജുവിൻ്റെയും ആൻസമ്മയുടെയും 2 മക്കൾ, സിസ്റ്റർ ജോയ്സിയും സിസ്റ്റർ ജെയ്സിയുമാണ്. അപ്പം ഈ പ്രോഗ്രാമിലേക്ക് 2 സിസ്റ്റർമാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ ഒന്നിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഒരു ദൈവവിളിയെക്കുറിച്ച് തോന്നിയത്? അതോ ഒരാൾക്ക് തോന്നിയിട്ടുള്ള ഒരു ദൈവവിളി മറ്റൊരാളെയും കൂടെ സ്വാധീനിച്ചതാണോ? 2 പേർക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ ചെറുപ്പം തൊട്ട് ചോദിക്കുമ്പോ ഒരാള് പോകാൻ ആദ്യം വീട്ടിൽ നിന്ന് പറയും 2 പേരും വിടാൻ വേണ്ടി സങ്കടമായിരുന്നു. അപ്പൊ ഒരാളോട് പോകാൻ പറഞ്ഞ്, ഒരാൾ ഇവിടെ നിക്കാൻ പറഞ്ഞ്. അപ്പൊ ഞാനും പറഞ്ഞു ഞാനും പോകും. അപ്പൊ അച്ഛൻ പറഞ്ഞു ആദ്യം 10 കഴിഞ്ഞിട്ട് പോകണ്ട, +2 കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു പോവാണെങ്കിൽ 10 കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞ് ഞാൻ 2 പേരും പോയി. ദൈവവിളി തിരിച്ചറിഞ്ഞ ഒരു നിമിഷത്തെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? മാതാപിതാക്കന്മാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായി? ദൈവവിളി തിരിച്ചെടുക്കാൻ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. അപ്പോൾ വീട്ടില് സങ്കടമാണെന്നൊക്കെ അറിയാം. എന്നാലും അവരൊക്കെ ഉപേക്ഷിച്ച് പോകാനായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ധൈര്യം കിട്ടി. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ലായിരുന്നു. മമ്മീനെ ഇതുവരെ പിരിഞ്ഞു നിന്നിട്ടില്ലായിരുന്നു. അപ്പൊ എല്ലാരും പറയായിരുന്നു നിങ്ങള് എങ്ങനെ പോകും, മമ്മിയുടെ അടുത്തുനിന്ന് ഇതുവരെ മാറി ഒരു സ്ഥലത്ത് പോലും നിന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നടത്തി കൊണ്ട് വിട്ടിട്ട് അവർ പോയ സമയത്ത് മമ്മി ഭയങ്കര ഏങ്ങലടിച്ച് കരഞ്ഞു. അപ്പൊ ഞങ്ങളത് കണ്ടപ്പോൾ മമ്മി കരയുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരും. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് മാത്രം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നി. അപ്പൊ 2 പേരും കരഞ്ഞു. പിന്നെ അങ്ങനെ അവര് ഞങ്ങളെ കൊണ്ട് വിട്ടിട്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഇപ്പൊ ഉടുപ്പിട്ടിട്ട് 4 വർഷമായി. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇതുവരെ ഒരു സങ്കടം, അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നോ, അവരെ കണ്ടില്ല, അവരെ വിളിച്ചില്ല. ഇപ്പൊ അങ്ങനെ ഒരു സങ്കടം ഇതുവരെ തോന്നിയിട്ടില്ല. മഠത്തിൽ നിന്ന് അവര് വീട്ടിൽ തിരിച്ചു വന്നിട്ട് അവർ വിളിച്ചു, സിസ്റ്റർമാരെ എങ്ങനെയുണ്ട്, കരയുന്നുണ്ടോ, അവർക്ക് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇവിടെ സന്തോഷമാണ്. അപ്പൊ ഞങ്ങൾ അവധിക്കൊക്കെ വിടുമ്പോൾ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറയാം. പറയും മടത്തി ഇപ്പൊ ഞങ്ങളെ ഒന്നും വേണ്ടെന്നൊക്കെ ഇപ്പൊ പറയും വീട്ടിൽ നിന്ന്. ഞങ്ങൾ ആദ്യം മടത്തി പോകാനൊരുങ്ങിയപ്പോൾ അച്ഛന് സങ്കടമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും നിങ്ങൾ പോകണ്ട, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഏനാ ഇവിടെ വേറെ ആരും ഇല്ല, ഒത്തിരി നിങ്ങളുടെ കൊണ്ടെങ്കിൽ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ ഉള്ളതെന്ന് അച്ഛൻ പറയുമായിരുന്നു. അപ്പം അച്ഛൻ ഞങ്ങൾ പോകുന്ന ആ സമയത്തൊന്നും അച്ഛൻ ഭക്ഷണമൊന്നും കഴിക്കത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് ഞങ്ങൾ പോകുന്നതിൻ്റെ തലേദിവസം രാവിലെ ഏറ്റപ്പോൾ മമ്മി പറഞ്ഞു അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നു, നിങ്ങൾ പോകുന്ന കാരണം കരഞ്ഞ്, നീ പറയാത്ത കാരണം അവർ പോകുന്നതൊക്കെ പറഞ്ഞ് മമ്മീനെ കുറേ വഴക്കൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതിങ്ങോട്ട് പറഞ്ഞു. അതിങ്ങോട്ട് അച്ഛൻ പറഞ്ഞു. അപ്പം അച്ഛൻ ആദ്യമായിട്ട് കരഞ്ഞ് കണ്ടേന്ന് മമ്മി പറഞ്ഞു. അത് ഇതുവരെ അങ്ങനെ കരഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ അച്ഛന് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പം ഭയങ്കര സന്തോഷം. ഇപ്പം ഞങ്ങൾ പോയതിൽ ഞങ്ങളുടെ വീട്ടിൽ കൂടുതൽ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ജന്മം കൊണ്ട് ഇരട്ട സഹോദരിമാരായ നിങ്ങൾ ആത്മീയ ജീവിതത്തിലും ഇരട്ട സഹോദരിമാരായി തുടരുകയാണ്. അപ്പോൾ സന്യാസ ജീവിത പരിശീലന കാലയളവിൽ നിങ്ങൾ 2ആയി കഴിയേണ്ടി വന്നിട്ടുണ്ടോ? അകന്നിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും വികാരങ്ങളും ഒക്കെ എന്തായിരുന്നു? ഞങ്ങള് ഫോർമേഷൻ കാലത്ത് പിരിഞ്ഞിരുന്നിട്ട്, ഫോർമേഷൻ കാലത്താണ് ആദ്യമായിട്ട് പിരിഞ്ഞിരുന്നത്. അത് പോസ്റ്റൻസി വെച്ച് ഇങ്ങനെ 2 മഠത്തിലേക്ക് വിട്ടു. അപ്പൊ ഞങ്ങളിങ്ങനെ സങ്കടമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പിരിയുന്നത്. അപ്പൊ വീട്ടിലിങ്ങനെ ഞങ്ങളിങ്ങനെ 2ആയിട്ട് പോകാനൊക്കെ അപ്പൊ അവർക്ക് സങ്കടമായിരുന്നു. പിന്നെ മഠത്തിൽ നിന്ന് വണ്ടിയിലേക്ക് കയറിയപ്പോഴാണ് ഭയങ്കരമായിട്ട് ഞങ്ങൾ കരഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഏങ്ങലടിച്ച് കരഞ്ഞു. 2 പേരും ആദ്യം എങ്ങനെയായിരിക്കും ഇതുവരെ കാണാതിരുന്നിട്ടില്ല ഒക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർമാര് ഞങ്ങളെ കരച്ചിട്ട് കണ്ടിട്ട് പറഞ്ഞു അന്ന് ഇവര് 2 പേരും ഒന്നിച്ചു വിടാ, ഇവര് ഇതുവരെ മാറി ഇരുന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2 മഠത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ മറ്റേ സിസ്റ്റർമാരോടൊക്കെ കൂട്ടുകൂടിയ അങ്ങനെ അവിടുത്തെ മാത്രം വീഡിയോ കോൾ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അങ്ങനെ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരാൾക്ക് സങ്കടം ഉണ്ടായെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫീൽ ആകും. പിന്നെ അന്ന് ഞങ്ങളെ ഒരു മിസ്ട്രസ് കാണാൻ വന്നപ്പോ ഞാൻ ഇട്ടിരുന്ന ചുരിദാർ തന്നെ മറ്റേ ആള് കാണാൻ പോയപ്പോൾ അയാൾ ഇട്ടിരുന്നത്. അപ്പൊ ആരും അറിയാം ഇവരെപ്പോഴും ഒരുപോലെയാ. അങ്ങനെ ഒരു പുസ്തകം വായിക്കുവാണെങ്കിൽ ചിലപ്പോ 2 പേരും ഒന്നിച്ചായിരിക്കും പുസ്തകം വായിക്കുന്നത്. അത് ഞങ്ങളുടെ പോസ്റ്റൻസി പ്രൊഫഷൻസിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക്
ക്രിസ്മസിന് സമ്മാനം കിട്ടുന്നതും അല്ലാതെ ഗിഫ്റ്റ് ഞാൻ കുടുപ്പിടിയുടെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ ബാക്കി എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും ഒരേപോലെ പൊതിഞ്ഞ് വെച്ചിരുന്ന പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതിഞ്ഞത് തുറന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എപ്പോൾ പൊതി അഴിച്ചാലും ഒരേ കളറായ സാധനങ്ങളായിരിക്കും, ഒരേപോലത്തെ സാധനങ്ങളായിരിക്കും. അപ്പൊ സിസ്റ്റർമാർ വരെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കിട്ടുന്നതിനെ മാറ്റി കൊടുക്കാന്ന് പോലും വിചാരിച്ച പോലും അത് നടക്കത്തില്ല, എല്ലാം ഒരേപോലെ ആയിരിക്കും എന്നൊക്കെ. അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ദൈവാനുഗ്രഹമാണ്. ഇപ്പൊ ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയായിരിക്കും അടുത്തയാൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ ജോയ്സ് പറയും ഞാനും ഇപ്പൊ ആ കാര്യം തന്നെ ആലോചിച്ചെന്ന് പറയും. പിന്നെ കൂടുതൽ ഇപ്പൊ ഒരു സാധനം കിട്ടിയാലും ഞങ്ങള് തന്നെ കഴിക്കത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ പഠിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും മുട്ടയെ കിട്ടുവാണെങ്കിൽ അത് കൊണ്ടുവരും. അപ്പൊ പിള്ളേർ വരെ ഞങ്ങളോട് ചോദിക്കും മറ്റേ ആൾക്ക് കൊടുക്കാതെ ഇയാൾ കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഞങ്ങളോട് ഇങ്ങനെ പറയും. അപ്പൊ നമ്മുടെ സിസ്റ്റർമാര് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇവർ തന്നെ പറഞ്ഞു കഴിഞ്ഞ് ഇവർ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ ഒരേപോലെയാണെന്ന്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ടാസ്കിലേക്ക് നമുക്ക് പോയാലോ. രണ്ട് വ്യക്തികളാണെങ്കിലും ഈ ഇരട്ട സിസ്റ്റർമാര് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവരുടെ രീതികൾ കാണുമ്പോഴും അവർ പറയുമ്പോഴും ഒക്കെ വളരെ വ്യത്യസ്തത പുലർത്താതെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവർക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കാം. ഇവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിലൂടെ ഒന്ന് തിരിച്ചറിയാം. ചിന്തിക്കുന്നതൊക്കെ ഒരുപോലെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ ടാസ്കിലേക്ക് നമുക്കൊന്ന് കിടക്കാം. സിസ്റ്റർമാരോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? രണ്ടുപേരും എഴുതി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട നിറം ഏതാ? നീല. ഓക്കെ, അപ്പം അവരുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവ് വളരെ കൃത്യമായിട്ട് തന്നെ കൈ കൊടുക്കുക. ഓക്കെ, അപ്പം നീലയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സമയം അവസാനിച്ചു. എന്നാ എഴുതിയേ? ചോറ് കപ്പ. ചോറ് കപ്പ വീണ്ടും ശരിയായിരിക്കുകയാണ്. വീണ്ടും അവര് കൃത്യമായിട്ടും തെളിയിച്ചു. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാൻ നമുക്ക്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് യാത്ര, വായന. എഴുതിയിരിക്കുന്നത് യാത്ര. അപ്പൊ രണ്ടുപേരും ശരിയായിരിക്കുകയാണ്. അപ്പം നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതൊരു സെന്റൻസിൽ നിങ്ങൾ എഴുതേണ്ടതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ഒറ്റ വാക്കിൽ എഴുതുക. പെട്ടെന്ന് എഴുതിക്കോളൂ. ഒറ്റ വാക്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് എഴുതുക. ഓക്കെ, സമയം അവസാനിച്ചിരിക്കുകയാണ്. എഴുതിയിരിക്കുന്നത് ദിവ്യകാരുണ്യ ഈശോ എന്റെ എല്ലാമാണ്. ദിവ്യകാരുണ്യ ഈശോയാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാം. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധിയുടെ പേര് ഒന്ന് എഴുതാവും. സമയം അവസാനിച്ചിരിക്കുകയാണ്. സിസ്റ്റർ ആരുടെ എഴുതിയിരിക്കുന്നത്? മദർ തെരേസ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട വിശുദ്ധ എന്ന് പറയുന്നത് വിശുദ്ധ മദർ തെരേസയാണ്. ക്രിസ്തുവിനെ പ്രണയിച്ചവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ക്രിസ്തുവുമായിട്ടുള്ള ആത്മീയ പ്രണയത്തിന്റെ ആഴം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ സന്യാസ ജീവിതത്തിൽ ഒരു യഥാർത്ഥ സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ? ക്രിസ്തുവിനെ പ്രണയിക്കുക എന്ന് പറയുമ്പോൾ അപൂർവം ചിലർക്ക് കിട്ടുന്ന ഒരു ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹവും ദേവിളിയാണ്. അപ്പൊ ഇത് കിട്ടിയതെന്ന് പറയുമ്പോ ഇപ്പൊ ഞങ്ങൾ നടത്തി വന്നെന്ന് പറയുമ്പോൾ അതിലൂടെ ദൈവം ദിവ്യകാരുണ്യ ഈശോയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ച് ഇത്ര ആക്കിയത് തന്നെ. ഞാൻ ഇവിടെ പഠിക്കാൻ വന്നപ്പം തന്നെ നേഴ്സിംഗ് പഠിക്കാൻ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ സഹായിച്ചോളൂ, മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങൾ അങ്ങ് ചെന്നാൽ മാത്രം മതി എന്ന് ഞങ്ങളുടെ പ്രൊഫഷണലമ്മ പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ നടത്തി ഞങ്ങൾ പോകാം എന്നൊക്കെ പറഞ്ഞ് എങ്ങ് പോന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇപ്പം വരെ ദൈവത്തിന്റെ ഒരു ദിവ്യകാരുണ്യ ഈശോയുടെ വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങളെ ഒത്തിരി സഹായിക്കുന്നതൊക്കെ മാതാവാണ് ഞങ്ങളെ എല്ലാം സഹായിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് ഒരു കഴിവും ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത്രയും വരെ എത്തിച്ച് ഞങ്ങളെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതെല്ലാം ഞങ്ങളുടെ ഈശോയും മാതാവാണ്. ഞങ്ങളുടെ പഠിക്കുന്നവരാണെങ്കിലും മിസ്സുമാരാണെങ്കിലും ഞങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തരികയോ ഞങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് പാടാന്നൊക്കെ മിസ്സുമാർക്ക് അറിയാം. അപ്പൊ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു തരിക. അപ്പൊ ഞങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട് ഈശോ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ ജീവിതത്തില്, ഈശോ അറിഞ്ഞുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഞങ്ങള് പരീക്ഷയൊക്കെ എഴുതിട്ടിരിക്കുമ്പോൾ പറയും ഈശോയെ ഈ പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ നീയല്ലേ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്, അപ്പൊ നിനക്കായിരിക്കും നാണക്കേടെന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ പരീക്ഷയ്ക്കൊക്കെ കഴിഞ്ഞ ബഷീറിലൊക്കെ ജയിക്കാൻ സാധിച്ചത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പൊ ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എപ്പോഴും മാതാവിനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ സ്ഥാപിതാവ് ചന്താളമേ കുര്യാശ്ശേരി പിതാവിനോടൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞങ്ങൾ ഈ സന്യാസി സമൂഹത്തിലേക്ക് വന്നേക്കുന്നത്
നിങ്ങൾക്ക് ഒരു നിയോഗം ഉണ്ടല്ലോ, ദിവികാർണീശ എല്ലായിടത്തും അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനൊക്കെയാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവർക്കൊക്കെ ഈശോയെ പകർന്നു കൊടുക്കാനും പഠിച്ചു ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദിവികാർണീശോയെ കൂടുതൽ സ്നേഹിക്കാനും എല്ലാവർക്കും ഈശോയെ പകർന്നു കൊടുക്കാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ നല്ല സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട് നല്ല ദൈവം. ഇവിടെ നല്ല ടീച്ചർമാരെയും കൂട്ടുകാരെയും പിന്നെ എല്ലാവരും ഞങ്ങളെ സഹായിക്കാറുണ്ട്. പിന്നെ ദിവികാർണീശയോട് കൂടെ ആയിരിക്കാൻ ഇപ്പോഴും ദിവികാർണീശ എപ്പോഴും എഴുന്നള്ളിച്ച് വെക്കും. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ആരാധനയ്ക്ക് പോകും, കൊന്തയ്ക്കൊക്കെ പോകാറുണ്ട്. പിന്നെ മിസ്സുമാരൊക്കെ പറഞ്ഞു തരുമ്പോൾ അതൊക്കെ ചോദിച്ച് പഠിക്കാനും കൂട്ടുകാരോടൊക്കെ കൂട്ടുകൂടാനും ഒക്കെ കൂടുതൽ സാധിക്കുന്നുണ്ട്. പിന്നെ അവർ ഞങ്ങളെ കൂടുതൽ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ദൈവം ഞങ്ങളെ കൂടുതൽ വഴി നടത്തുകയും ഞങ്ങൾ കൂടുതൽ ഈശോയെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനുമാണ് ദൈവം ഇവിടെ ഞങ്ങളെ കൊണ്ട് ആക്കിയിരിക്കുന്നതോടെ നല്ല തിരിച്ചറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർമാർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നിങ്ങൾ നേഴ്സിംഗ് പഠനത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം പല സിസ്റ്റർമാരും പല മേഖലകളാണ് തിരഞ്ഞെടുക്കുക. ടീച്ചിങ് തിരഞ്ഞെടുക്കുന്നവരുണ്ടാവാം, സോഷ്യൽ സർവീസ് തിരഞ്ഞെടുക്കുന്നവരുണ്ടാവാം, അങ്ങനെ പല മേഖലകളാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നത്? നേരത്തെ മുതൽ തന്നെ ഈ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നോ? അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ഒരു മേഖലയാണോ ഈ ഒരു നേഴ്സിംഗ് രംഗം എന്ന് പറയുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക? നേഴ്സിംഗ് പഠിക്കാൻ വരാൻ അങ്ങനെ ഈ പ്രായ അമ്മമാരൊക്കെ ഞങ്ങളുടെ മഠത്തിലുണ്ടായിരുന്നു. അപ്പൊ അവരെ നോക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങളുടെ മിസ്റ്റേഴ്സും അവരൊക്കെ പറഞ്ഞ് ഇവരെ നേഴ്സിംഗ് പഠിക്കാൻ വിടാ, അതാണെങ്കിൽ ചെയ്യാനൊക്കെ എല്ലാവർക്കും എന്നെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാനൊക്കെ സന്നദ്ധരാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ നേഴ്സിങ്ങിന് വിട്ടു. അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിക്കുമായിരുന്നു, നേഴ്സിംഗ് പഠിച്ചില്ലെങ്കിലും പഠിക്കാതെ ആണെങ്കിലും ഇവരെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ പഠിക്കാൻ പോണോന്നൊക്കെ. അത്രമാത്രം ഇഷ്ടമാണ് ഈ ഒരു സേവന മേഖലയോട് നമ്മൾ ഇഷ്ടമാണ്. അപ്പൊ അതാണ് മദർ തെരേസിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ ഉള്ള കാരണവും അത് തന്നെയാണ്. ഞങ്ങൾക്ക് ആതുര സേവനം ഭയങ്കര ഇഷ്ടമായ കാരണം അപ്പൊ റോഷാളമ്മയും സിസ്റ്റർമാരൊക്കെ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അപ്പൊ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ രോഗികളെ നോക്കാനും അവരെ കെയർ ചെയ്യാനൊക്കെ സാധിക്കൂല എന്നോർത്താണ് ഞങ്ങൾ ഇവിടെ ആക്കിയത്. സിസ്റ്റർമാരെ, ഈ പലപ്പോഴും നമുക്ക് പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു സഹോദരി എന്നുള്ള നിലയിലും ഒരു സന്യാസി എന്നുള്ള നിലയിലും പരസ്പരം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു താങ്ങാകാനായിട്ട് പറ്റുന്നത്? ഇപ്പൊ ഞങ്ങളിപ്പോ ജനിച്ചപ്പോ തൊട്ട് ഇതുവരെ ഒന്നിച്ചായിരുന്നു. അപ്പൊ റീജൻസി കിട്ടുമ്പോ മാത്രമേ ഞങ്ങളെ പിരിഞ്ഞു നിന്നിട്ടുള്ളൂ. അപ്പൊ എന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയേണ്ട പോലും ആവശ്യമില്ല, മനസ്സിലാകും. മറ്റേ ആൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അയാൾക്ക് തന്നെ ഇപ്പൊ ആവശ്യം. ആർക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സങ്കടം വരിക? അങ്ങനെ നിങ്ങൾ താരതമ്യം ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആർക്കാണ് പെട്ടെന്ന് സങ്കടം വരിക, ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരിക? എനിക്കായിരിക്കും കൂടുതൽ പിന്നെ ദേഷ്യം വരുന്നത്. അപ്പം നമുക്ക് ദേഷ്യം വരും, സിസ്റ്ററിന് ദേഷ്യം വരുമ്പോൾ ടിന്നുമായിട്ടുള്ള സിസ്റ്ററിന് എന്തായിരിക്കും? ആശ്വസിപ്പിക്കുവോ അല്ലെങ്കിൽ? ഏകദേശം രണ്ടുപേരും ഒരേപോലെ തന്നെയൊക്കെ ദേഷ്യം വരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ട് വഴക്കുണ്ടാക്കാറില്ല. അപ്പൊ ഇവിടെ ഞങ്ങളുടെ പഠിക്കുന്ന പിള്ളേരെ ഞങ്ങൾ മടത്തി വരുന്ന മുമ്പ് വരെ എല്ലാവരും ചോദിക്കുമായിരുന്നു, നിങ്ങൾ തന്നെ ഇതുവരെ വഴക്കുണ്ടാക്കി കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ വഴക്കുണ്ടാക്കത്തില്ല എന്നൊക്കെ. ഇവിടെ വന്നപ്പോഴും ചോദിക്കും, ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോഴും ചോദിക്കുമായിരുന്നു. അങ്ങനെ വഴക്കൊന്നും അങ്ങനെ പിണങ്ങിയൊന്നും ഇതുവരെ ഇരുന്നിട്ടില്ല, മിണ്ടാതെയൊന്നും. അതിന് ഒരാൾക്ക് ഇപ്പൊ എന്റെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ മറ്റേ ആൾക്ക് പെട്ടെന്ന് ഫീൽ ആകും. ആ സമയത്ത് അവരെങ്ങനെയാണ് ആശ്വസിപ്പിക്കുക, എന്താണ് പറയുക? വിഷമവും സങ്കടമൊക്കെ വരുവാണെങ്കിൽ നോക്കി കണ്ട് അയാളുടെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ഈ ചില ആൾക്കാരൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ വസ്ത്രധാരണം ഇപ്പോൾ ഇരട്ടകളാണെങ്കിലും നമുക്ക് പുറത്തൊക്കെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സന്യാസ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് പല വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാമായിരുന്നു, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ഒരേപോലെ വന്നു, ഇപ്പം നിങ്ങൾ ഒരേപോലത്തെ വസ്ത്രധാരണത്തിലൊക്കെയാണ് മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്താണ്? അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ എത്തിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വീട്ടിൽ നിന്ന് തൊട്ട് ഞങ്ങളിങ്ങനെ ഫാഷനുള്ള വസ്ത്രം അങ്ങനെയൊന്നും എടുത്തില്ലായിരുന്നു. ഈ സാധാ സിമ്പിൾ ആയിട്ടുള്ള ചുരിദാർ, അല്ലെങ്കിൽ ഒത്തിരി തിളങ്ങുന്ന വസ്ത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങള് വേണ്ടാന്നൊക്കെ പറയും. ഇപ്പൊ കടയിലൊക്കെ പോകുമ്പോ ഞങ്ങള് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോ ഇറക്കമുള്ളത് കയ്യിൽ ഇവിടെ വരെയൊക്കെയുള്ള ഉടുപ്പൊക്കെ അത് സെലക്ട് ചെയ്യും. അപ്പൊ കടക്കാർ വരെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇവരെന്നെ പഴയ കാലത്തെ പിള്ളേരാണോ, ഫാഷനൊന്നും ഇല്ലാത്ത പിള്ളേരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം സിസ്റ്റർമാരൊക്കെ വീട് വിട്ട് വന്നിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ദൈവത്തോട് കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട ഒരു അനുഭവമോ ഒരു സന്ദർഭമോ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ സന്യാസ ജീവിതത്തിൽ, ഈ 10 വർഷത്തെ ജീവിതത്തിനിടയിൽ?
ഞങ്ങളുടെ ആങ്ങളയുടെ കൊച്ചിന് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത്. അപ്പൊ ഞങ്ങള് ആദ്യത്തെ കൊച്ച, അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞങ്ങള് കണ്ണീരോട് കൂടി ദിവ്യാനീശ്വര സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ഒരു കുഴപ്പവും കൂടാതെ സാധാരണ ഒരു കൊച്ചായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ സോഷ്യൽ മീഡിയയിലുള്ളതും അതുപോലെ തന്നെ ഈ ഫാഷൻ ഒക്കെ നിറഞ്ഞ ഈ ലോകത്ത് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ധരിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കൂട്ടുകാരുടെ കൂടെയാണ് നിങ്ങളുടെ പഠനമൊക്കെ ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒരു ആത്മീയതയിലേക്ക് വളർത്താനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് വിശദീകരിക്കാം. ഫോണ് ഇപ്പൊ എല്ലാ പിള്ളേരുടെ കയ്യിൽ ഫോണുണ്ട്. ഇവിടെ പക്ഷെ ആർക്കും തന്നെ ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദം ഇല്ല. അത് കാരണം ഇവിടെയുള്ള ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പിള്ളേരോട് പൊതുവായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാല് ഈ ഫോൺ അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കാനൊക്കെ ഉപയോഗിക്കുക. റിയൽ ലൈഫിൽ ഇപ്പൊ ഫോണ് വലുതെന്നൊക്കെ ഇപ്പൊ പിള്ളേരുടെ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ കൂടുതൽ സമയം ഫോണിനകത്തൊക്കെ ആയിരിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ റിയൽ ആയിട്ട് ലൈഫ് എന്നാന്ന് സ്വന്തം വീട്ടുകാരുടെ കൂടെയും ഇപ്പൊ കൂട്ടുകാരുടെ ഒക്കെ ആണെങ്കിൽ സംസാരത്തിലൂടെയൊക്കെ കൂടുതൽ സമയം കണ്ടെത്തുകയൊക്കെ ആണെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അതെല്ലാം കണ്ട് അതാണ് ശരിയെന്ന് ഉള്ള ഒരു ചിന്തയിലാണ് പിള്ളേരെല്ലാവരും ഇപ്പം ജീവിക്കുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ജീവിതം എന്താണെന്ന് ഇപ്പൊ നമ്മുടെ കൂടുതൽ സമയം ഇപ്പം വീട്ടുകാരുടെ കൂടെയും കൂട്ടുകാരുടെ കൂടെയൊക്കെ ചെലവഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ മീഡിയ ഒക്കെ നമ്മുടെ നിന്ന് കുട്ടികളിൽ നിന്നൊക്കെ കുറച്ച് മാറ്റി വെക്കാനൊക്കെ ആയിട്ട് സാധിക്കും. യഥാർത്ഥമായ ജീവിതം എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സിസ്റ്റർമാരെ, ഇപ്പൊ നിങ്ങളെ കണ്ട് ഒരു സന്യാസ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയോട്, അല്ലെങ്കിൽ സന്യാസ ജീവിതം ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? വളരെ സന്തോഷപ്രദമായ ജീവിതമാണ്. ഇത് വന്ന് അനുഭവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ ഹിതം എന്താണോ അതനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാം സന്തോഷമായിരിക്കും. ബന്ധങ്ങളുടെ വില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാനും ഈ രണ്ട് സിസ്റ്റർമാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.